സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിന്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലില് ഇതുവരേക്കും 4 മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ 4 മാച്ചുകളിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ, എന്തൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അതിനെ പറ്റിയെല്ലാം പറയാം. അതിനോടൊപ്പം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് രാവിലെ 5:30 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഷോ നെറ്റ്ഫ്ലിക്സിൽ ടെലികാസ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കാണാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴിയോ കാണാൻ സാധിക്കും. ഉദാഹരണം വാച്ച് റെസ്ലിംഗ് പോലെയുള്ള റെസ്ലിംഗ് വെബ്സൈറ്റിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ഷോ കാണാൻ സാധിക്കും. ഈ ഒരു ഷോ മാത്രമല്ല, റോ സ്മാക്ക് ഡൗൺ എല്ലാം കാണാൻ സാധിക്കും. അതല്ലാതെ നെറ്റ്ഫ്ലിക്സ് എങ്ങാനും ഷോ ടെലികാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിലോ പറയാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജെയ് ഉസോ വേഴ്സസ് ലോഗൻ പോൾ, ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രത്യേകത നമ്മൾക്കറിയാം. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ ജൂൺ 9 ഗന്ധറുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗന്ധർ ഈ മാച്ചിൽ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജെയ്സോടെ കയ്യിലത്തെ ചാമ്പ്യൻഷിപ്പ് പോകുമോ എന്നുള്ള ഡൗട്ട് നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാകും. കാരണം ലോഗൻ പോൾ ആയതുകൊണ്ട് WWE അങ്ങനെയും ചെയ്തേക്കാം. എന്നാൽ ഇങ്ങനെ ഇവരൊരിക്കലും ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ജെയ്സോ ഇപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്, ലോഗൻ പോളിന്റെ കൂടെ ഒന്നും തോൽക്കാൻ പോകുന്നില്ല. ജെയ്സോ ക്ലീൻ ആയിട്ട് ലോഗൻ പോളിനെ ഈ മാച്ചിൽ പൊട്ടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും റസൽമേനിയയിൽ ലോഗൻ പോളിന് AJ സ്റ്റൈൽസിന്റെ കൂടെ ഒരു വിൻ WWE മുൻപേ തന്നെ കൊടുത്തത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജെയ്സോ ക്ലീൻ ആയിട്ട് ഈ മാച്ചിൽ ലോഗൻ പോളിനെ തോൽപ്പിക്കും എന്നാണ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ മാച്ച് റസൽമേനിയ റീമാച്ച് ആണ്. ഡ്രൂ മാക്കൻടയർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ്, ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അതും സാധാരണ മാച്ചായിട്ടല്ല, ഒരു സ്റ്റീൽ കേജ് മാച്ചായിട്ടാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഞാൻ ഇപ്രാവശ്യം ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതായത് ഡാമിൻ പ്രീസ്റ്റ് ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ മൂന്നാമതും ഒരു മാച്ച് WWE സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്താൽ മൂന്നാമതൊരു മാച്ചിലേക്ക് പോകാൻ സാധിക്കും. ഡ്രൂ മാക്കൻടയർ തന്നെ വിൻ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോറി എൻഡാകുന്നത് പോലെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡാമിൻ പ്രീസ്റ്റ് റോൾ പിൻ ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കൻടയറെ ഈ മാച്ചിൽ തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഇവർക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് മാച്ച് വന്നേക്കാം. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ഡാമിൻ പ്രീസ്റ്റ് ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ്. നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ മാച്ച് WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് R-Truth, ഇവർക്ക് തമ്മിലുള്ള നോൺ ടൈറ്റിൽ സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാണ് ഈ ഒരു മാച്ചെല്ലാം WWE സെറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾക്കറിയാം സീനയുടെ വില്ലത്തരം ഏത് ടൈപ്പാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് R-Truthനെ ഭയങ്കരമായിട്ട് സീന അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക എന്ന് ഞാൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. അതായത് മണി ദി ബാങ്കിൽ സീനയുടെ ഒപ്പോണൻ്റ് ആരാണോ അവർ വന്നുകൊണ്ട് R-Truthനെ സേവ് ചെയ്യാനും സീനനെ അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് CM പങ്കിൻ്റെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ വന്നത്. പക്ഷെ CM പങ്കിന് അതേ ദിവസം തന്നെ മെയിൻ ഇവന്റ് മാച്ച് ഉള്ളതുകൊണ്ട് അത് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ സീന CM പങ്ക് മാച്ച് വീണ്ടും നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. നോക്കാം ആരാണ് വരാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഈ മാച്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രൊഡിക്ഷൻ പറയേണ്ട ആവശ്യമില്ല. സീനയാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അവസാനമായി പറയാൻ പോകുന്ന മാച്ച് ടാഗ് ടീം മാച്ചാണ്. സെത്ത് റോളൻസ്, ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സാമി സൈൻ ആൻഡ് CM പങ്ക്, ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് മുൻപേ തന്നെ വരും എന്ന് ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ സാമി സൈനിന് പകരം റോമൻ റെയിൻസ് ആയിരുന്നു. എന്നാൽ റോമൻ റെയിൻസിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ റോമൻ റെയിൻസ് വരാത്ത കാരണത്താൽ സാമി സൈനെയാണ് ആ മാച്ചിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ടീം സെത്ത് റോളൻസ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. CM പങ്ക്, സാമി സൈൻ ഇവർ വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതായത് ടീം സെത്ത് റോളൻസ് വിൻ ചെയ്താൽ ഇവരുടെ സ്റ്റോറി അതുപോലെ തന്നെ സെത്തിന്റെ ടീം വേറെ ലെവലായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ടീം സെത്ത് റോളൻസ് ആണ്. സെത്ത് റോളൻസിൻ്റെ ടീമിൽ പുതിയ മെമ്പർ വരുന്നത് പോലെയും കാണിച്ചേക്കാം. അത് ഒന്നല്ലെങ്കിൽ ഓസ്റ്റിൻ തിയറി അല്ലെങ്കിൽ ഇല്യ ഡ്രാഗനോവ്, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഏറ്റവും കൂടുതൽ ചാൻസ് ഇല്യ ഡ്രാഗനോവ് വരാനാണ്. അപ്പോൾ അത്തരത്തിൽ ഇവരൊക്കെ വന്നുകൊണ്ട് ചീറ്റ് ചെയ്തായിരിക്കും CM പങ്കിൻ്റെ ടീമിനെ ഇവർ തോൽപ്പിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിനെ പറ്റി പറയാനായിട്ടുള്ളത്.
ഇതിൽ കൺഫേം ചെയ്തിട്ടുള്ള മാച്ചെല്ലാം നല്ല മാച്ചാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ടാഗ് ടീം മാച്ചും ഡ്രൂ മാക്കിൻടയറിന്റെ സ്റ്റീൽ കേജ് മാച്ചും നല്ല പ്രതീക്ഷയുണ്ട്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.